സോറി. നമസ്കാരം, ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് ഇറാൻ അമേരിക്ക യുദ്ധം, മറ്റ് വയനാട്ടിലെ തുരങ്കപാത, സംഘപരിവാറും LDFും UDFും തമ്മിലുള്ള ധാരണ. അതിന് മുൻപായിട്ട് ട്രിവാൻഡ്രത്ത് നമ്മുടെ ഹരിതസേനയുടെ ചിഹ്നം അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് കാവി കളറാക്കി മാറ്റി ട്രിവാൻഡ്രം കോർപ്പറേഷൻ. അപ്പോൾ എനിക്ക് പഴയൊരു ഫലിതം ഓർമ്മ വരാണ്. ഒന്ന്, പണ്ട് ഈ കഥാപ്രസംഗർ പറയുമ്പോൾ മുസ്ലിം സ്ത്രീകളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കളിയാക്കി പറയാറുണ്ട്. ഒരു പെണ്ണ് നാളികേരം തേങ്ങ എണ്ണിയപ്പോൾ 98, 99, 101 പുള്ളിയുടെ വാപ്പ 101. നൂറ് മുഹമ്മദ് എന്നാണ് ഭർത്താവിൻ്റെ പേര് മുസ്ലിം സ്ത്രീകൾ പറയാൻ പാടില്ല. അപ്പോൾ 100 പറയാത്തതുകൊണ്ട് 100 അവർ പറഞ്ഞ് പുള്ളിയുടെ വാപ്പ, പിന്നെ 101. അപ്പോൾ 100 അതുപോലെ 100 ഭർത്താവിൻ്റെ പേര് പറയാൻ പറ്റില്ല മുസ്ലിം സ്ത്രീകൾ. അങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്ന കാലം ഉണ്ടായത്. അപ്പോൾ മാറി. അതുപോലെ ഇനി BJPയുടെ കാലയളവിൽ പച്ച ഒന്നും ഉണ്ടാവില്ല. എന്തൊരു വിരോധാഭാസം പോകുന്ന കാര്യങ്ങൾ പോകും. പച്ച എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിറകുടമാണ്, ചിഹ്നമാണ് വേൾഡ് ബേസിൽ. അത് BJP, RSS, സംഘപരിവാരോ അല്ലെങ്കിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ലോകം അംഗീകരിച്ചാണ്. ചുവപ്പ് കൊടി എന്നാൽ അത് അപകടത്തിൽ കാണിക്കണം. കമ്മ്യൂണിസ്റ്റ് കൊടി ഉണ്ടെങ്കിലും അത് ലോകം മുഴുവൻ അംഗീകരിച്ചാണ്. പച്ച സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയാണ്. അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല, അറബി ഭാഷ അറബികളിലെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളിലാണ്. അവിടെ മുസ്ലിങ്ങളിൽ മാത്രമല്ല, അറബി സംസാരിക്കുന്ന യഹൂദന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഭാഷ എന്ത് ചെയ്തു അല്ലെങ്കിൽ കളർ എന്ത് ചെയ്തു? അപ്പോൾ ഇങ്ങനെയാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെങ്കിൽ ഇങ്ങനെ ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. മണ്ടത്തരം വിഡ്ഢിത്തരം കണക്കുണ്ടോ? ചെയ്യുന്ന മുഴുവൻ വൃത്തിയോട് തട്ടിത്തരല്ലേ. ഞാൻ ആദ്യമായിട്ട് ഇറാൻ അമേരിക്ക യുദ്ധം ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ 10-30 വർഷം വലിയ പുസ്തകമാണ്. എർത്ത്ലെസ് യൂണിവേഴ്സ്, ഭൂമിയില്ലാത്ത പ്രപഞ്ചം. ഭൂമിയില്ലാത്ത പ്രപഞ്ചം ഇനി മനുഷ്യവാസം ഇല്ലാത്തതാണ്. അല്ല, ഭൂമിയുടെ രൂപം മാറുന്നെങ്കിലും ഉണ്ടാവുമല്ലോ. അതുപോലെ ഏതാണ്ട് ഘട്ടത്തിൽ വരാണ്. കാരണം ഇസ്ലാമിക പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചിന്താഗതിയിൽ അവസാന നാൾ സൂർ എന്ന കൊമ്പൂതും. അതൊരു കാഹളമാണ്. വലിയ ശബ്ദത്തോടെ മലക്കൾ ഊതും. അവിടെ ലോകം കെടുകട വിറക്കും, എല്ലാം സഫാവും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ ഇറാനും അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ ഇപ്പോൾ ചൈനയും പിന്നെ ഉത്തര കൊറിയയും. അവർക്ക് സ്റ്റോക്ക് ചെയ്ത് വച്ചിരിക്കുന്ന അണുബോംബുകളുടെ എണ്ണം നോക്കിയാൽ ഈ ഭൂമിയെ 7 വട്ടം തകർക്കാണ്ടതാണ്. ഇതിന് ഒരറ്റ തൊടിക്കഴിഞ്ഞ് നിർത്താൻ പറ്റില്ല. നമ്മൾ ഈ വെടിക്കെട്ട് തിരി കൊടുക്കുമ്പോഴാ അത് കത്തി തീരുള്ളൂ, അല്ലാതെ നിർത്താൻ പറ്റില്ല എടുക്ക്. അതുപോലെയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റായ രൂപം റിപ്പോർട്ട് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്യും. ഇപ്പോൾ റഷ്യ വച്ചിരിക്കുന്ന സാധനത്തെക്കുറിച്ച് നാൾ കണ്ടില്ലേ? അമേരിക്കയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ഒരു ബോംബ് വിസ്ഫോടനം അല്ലെങ്കിൽ അണുവിസ്ഫോടനം നടന്നാൽ ഒരു പരിധിയിൽക്കുള്ള, അപ്പോൾ ചൂട് ഭയങ്കര ചൂടായിരിക്കുമല്ലോ, ഒരു പരിധിയിൽക്കുള്ള ചൂട് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് റഷ്യ അറേഞ്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ മിഷറി ചലിക്കും, അത് തിരിച്ചടിക്കും. അപ്പോൾ അവരും പോവും, റഷ്യയും പോവും. ഒരാൾ മാത്രമില്ല, നിന്നെ കൊണ്ട് പോകുന്നത് പണ്ട് സാത്താൻ പറഞ്ഞ പോലെ പോകുമ്പോൾ ലോകം മുഴുവൻ പോകും. ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് എത്താണ് ബഹുമാന്യത. ഞങ്ങളൊക്കെ ഒരു സാധാരണക്കാരൻ. പക്ഷെ നിങ്ങൾ ബുദ്ധിയുള്ള ജീവികളോട് പറയണം. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇറാനിൽ ആകെ 9 കോടി ജനങ്ങൾ, അതിൽ 30% 18 വയസ്സിൽ താഴെ, ഒരു 30% ഒരു 50-ന് മുകളിൽ, 30-60 നോക്കി 40% യുവാക്കളുണ്ട്. അല്പം വ്യത്യാസം വരാം. ഈ 40% യുവാക്കൾ ഒന്നടങ്കം പറയുന്നതോ, ഖൊമേനിയുടെ മരണത്തിന് ഞങ്ങൾ പരം ചോദിക്കും അമേരിക്കയും റഷ്യയും അല്ലെങ്കിൽ ഇസ്രായേലിനെയും വെറുതെ ഇരിക്കില്ലാത്ത ഒരു ലോക തത്വമുണ്ട്, വേൾഡ് ഫിലോസഫി. എന്നറിയോ? ഞാൻ മരിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്രയൊക്കെ സംരക്ഷണം തന്നാലും ഞാൻ മരിച്ചിരിക്കും. എന്നെ കൊല്ലണമെന്നൊരു ഗ്രൂപ്പ് തീരുമാനിച്ചാൽ ഞാൻ എത്രയൊക്കെ സുരക്ഷ വെച്ചാലും കൊന്നിരിക്കും.
കാരണം അതാണ് 24 മണിക്കൂറും സൂക്ഷ്മരിക്കുക. ഒരു സെക്കൻഡ് തെറ്റിയതില്ലോ. അതൊരു ചരിത്രം തന്നില്ലേ, ഒരാൾ പാമ്പ് കടിച്ച് മരിക്കുമെന്ന് ജാതകത്തിലുണ്ടായതാണ്. അവസാനം അതിന് രക്ഷയ്ക്ക് വേണ്ടി കടലിലോ അല്ലെങ്കിൽ പുഴയിലോ പിന്നെ ഒരു ബോട്ട് വെച്ച് അതിൽ താമസിച്ചു പറയാനല്ലേ. അപ്പോൾ എന്തോ ഒരു പഴം വരുന്നാണ്ട് അത് എടുത്ത് നോക്കി പൊട്ടിച്ചപ്പോൾ അതിൽ പാമ്പായത് കുടിച്ച് കഥ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ മരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ നിങ്ങൾ എത്രയൊക്കെ സംരക്ഷിച്ചാലും മരിക്കും. അത് എന്നെ കൊള്ളുന്ന വിചാരിച്ചെടുക്കും. അതുപോലെ ഈ 9 കോടി ജനങ്ങളിൽ 40% 4 കോടിയോളം യുവാക്കൾ ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഏത് ബോംബോട്ട് പിടിച്ചെത്താൻ പറ്റും, ഏത് ഇസ്രായേൽ പിടിച്ചെത്താൻ പറ്റും, ഏത് അമേരിക്ക പിടിച്ചെത്താൻ പറ്റും. കാരണം അവർ നശിക്കാൻ തയ്യാറാകുന്നേ. അവർ യാതൊരു തത്വശിക്ഷയില്ല, യാതൊരു ഭാവി പതാക്കില്ല. അവരുടെ വികാര ജീവികളാണ്. അവർ മരിക്കാൻ തയ്യാറാണ്, നശിക്കാൻ തയ്യാറാണ്. അങ്ങനെ 4 കോടി ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക എന്ത് പറ്റും? അവസാനം അമേരിക്ക ചെയ്യുന്നത് നിൽക്കക്കളില്ലാതെ ഇസ്രായേലിന് സപ്പോർട്ടോടി അണുബോംബ് പ്രയോഗം നടത്തും. പടച്ചവനെ അൽഹംദുലില്ലാ, അള്ളാഹു അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ കണക്കുകൾ കാണുമ്പോൾ ബുദ്ധിജീവികൾ ഊഹിച്ചെടുക്കുന്നത് സാധ്യത പഠനം നടത്തിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അതാണ് ഒരു പക്ഷേ ലോകത്തിൻ്റെ അവസരമാകുമെന്ന് പറയാൻ കാരണം. അങ്ങനെ പണ്ട് ജപ്പാനിലിട്ട് ബോംബിനേക്കാളും 2000-3000 മടങ്ങാണ് ശക്തികൾ ബോംബ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ബോംബുകളാണ്. അതാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, ഈ ഭൂലോകത്ത് 7 പ്രാവശ്യം കത്തിച്ചാമ്പലാക്കാനുള്ള സാധനം സ്റ്റോക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ മടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ആമ്പല പിന്നെ രണ്ടാമത്തെ എന്തെങ്കിലും പറ്റില്ലല്ലോ. അപ്പോൾ അതിസങ്കീർണമായ രീതിയിൽ ഞാൻ ഭയപ്പെടുത്താൻ പറയല മനുഷ്യനെ. നമ്മൾ ചിന്തിക്കുക, സാമാന്യ ബുദ്ധി ഉപയോഗിച്ച്, ചെറിയ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഈ ഇറാൻ ജനത, നമുക്ക് ഇറാനെ കുറിച്ച് പുകഴ്ത്തിപ്പെട്ട് ഒരു കാര്യമില്ല. ഇറാൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്ന് യാതൊരു അഭിപ്രായമില്ല. തെറ്റുകളൊക്കെ ഉണ്ട്, തെറ്റുകളേ ഉള്ളൂ. പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്തോടെതിരെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കെതിരെ ശ്രമിക്കുമ്പോൾ ആ ഒരു ചെറിയ ലാഞ്ചനം മാത്രം നമ്മളെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതും ഇന്ത്യ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന കാലം ഇന്ത്യ ഗവൺമെൻറ് ഇറാൻ നാളെ എതിരാണെങ്കിൽ നമ്മൾ എതിരാകും. കാരണം നമ്മൾ രാജ്യം ഇന്ത്യയാണ്, മാതൃരാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ നന്മയാണ് നമുക്ക്, വേറെ ഒരു ചിന്തയില്ല. അങ്ങനെ ഒരു നിൽക്കുകളില്ലാതെ അമേരിക്ക അത് പ്രയോഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പുറത്ത് റഷ്യ നിൽക്കുന്നു, ചൈന നിൽക്കുന്നു, ഉത്തര കൊറിയ നിൽക്കുന്നു, എല്ലാം കൂടി ആരെയും കയ്യിൽ ഒതുക്കാതെ. അതിപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു 90 വയസ്സ് കഴിഞ്ഞ 4-5 നേതാക്കളുണ്ട്. റഷ്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ചൈനയിലുണ്ട്, ഇസ്രായേലുണ്ട്. ഇതെല്ലാം ഇതിന് 90, 80, 85, 90 വയസ്സായ ഈ 5-6 പേർക്ക് ഒരു 2-3 കൊല്ലം കൂടി ജീവിക്കണം, അല്ലെങ്കിൽ ഭയക്കുന്ന കൊണ്ടോണം. ഇതിന് മാത്രമാണ് യുദ്ധം ചെയ്യുന്നത്. അല്ല ഒരു കാര്യമില്ല. ഇസ്രായേലി ആൾക്കാർക്ക് വേണമെന്നല്ലോ അത്ര, അങ്ങനെ യുദ്ധം വേണം. അമേരിക്ക അത് വേണം. കുഴിയിലേക്ക് പോകുന്ന പടുവൃത്തന്മാരാ. റഷ്യയിലും അത് പുട്ടിന് കാര്യം വലിയ ആൾക്കാർ വയസ്സെത്ര, ചൈനയുടെ ചിങ്ങിന് എത്രയുണ്ട്, അത് ഉത്തര കൊറിയ ചെറുക്കന്മാർ മാത്രമാണ് പ്രായം കൂടുതലുള്ളൂ. ഈ 4-5 ഇന്ത്യയിലെ പ്രധാനമന്ത്രി വയസ്സായതില്ലേ. ഈ 4-5 പേർക്ക് 3-4 വർഷം കൂടി ഭരണം നിലനിർത്താൻ വേണ്ടിയാണ് ഈ യുദ്ധം ഉണ്ടാക്കുന്നതും ലക്ഷങ്ങളെ കൊല്ലുന്നതും. അതിന് ചാവാൻ തയ്യാറായിട്ട് ഈ വിഭാഗം എറിയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് അവസ്ഥ. വളരെ പരിതാപമാണ് ലോകം. ഇത് നിയന്ത്രിക്കാനോ അതിന് സംരക്ഷണം കൊടുക്കാനോ നിഷ്പക്ഷമതിയായ ഒരൊറ്റ ആളുമില്ല. എല്ലാ പക്ഷമാണ്, പക്ഷം പിടിക്കാത്ത ഒരൊറ്റ ആളുമില്ല. അതാണ് അവസ്ഥ. ഞാനത് ആമുഖമായിട്ട് വന്നു. പിന്നെ നിങ്ങളുടെ ബുദ്ധി പോയി ചിന്തിച്ചോ. മറ്റൊന്ന്, നമ്മുടെ തുരങ്കപാത. ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, വൈദ്യര് പറഞ്ഞ് ഈ ഗുളി കൊണ്ട് ഈ നാവിൽ വായില്ല. അത് നാഭി എന്ന് പറഞ്ഞാൽ ശംഖസ്ഥാനമുണ്ടല്ലോ, അവിടെ ഇട്ട് ആൾ രോഗി മരിച്ചു പറയാൻ പോലെ ഇവിടെ തുരങ്കപാതക്കാണോ കുഴപ്പം? ഇപ്പോൾ തുരങ്കപാത അപകടമാണെന്നാണ് പറയുന്നത്. അവിടുന്ന് എടുത്ത മണ്ണ് വേണ്ടത്ര സുരക്ഷമല്ലാതെ ഇട്ടതിൻ്റെ പേരിൽ അത് മഴ പെയ്തപ്പോഴും ഒഴുകി വന്ന് അതിൻ്റെ അടിപ്പെട്ടവർ മരിച്ചു. അതാണ് സംഗതി. തുരങ്കപാതക്ക് വാസ്തവത്തിൽ ആവശ്യമാണ്. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനെതിരെ നിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ബിസിനസ്സുകാരും കച്ചവടക്കാരും ആസ്വദിക്കുകയോ അല്ലെങ്കിൽ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അല്പം വ്യത്യാസം വന്നേക്കാം. അപ്പം ആ ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ ഇതിനെതിരെ നിൽക്കും. എന്തെങ്കിലും കാര്യം കിട്ടാൻ കാത്തിരിക്കണല്ലോ. ഞാൻ ഒറ്റ ലളിതമായി പറഞ്ഞാൽ എറണാകുളത്തുകാരോട് പറയണത്, ആ വൈറ്റിലെ ഒരു ബസ് സ്റ്റാൻഡിനോട് നിർമ്മിച്ചില്ലേ, എത്ര വർഷമായി. ആ KSRTCയുടെ ഇപ്പോഴത്തെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് മാറ്റാൻ സമ്മതിക്കില്ല.
അവിടെ ലൂസിയ പോലെ ഒരു ഹോട്ടലുണ്ട്. ലൂസിയ ഹോട്ടലാണ് വലുത്, വായിക്കാല ചെറിയ ഹോട്ടലാണ്. അവർ കോടികൾ മുടിക്കുക, അവർക്ക് തിരിച്ചു കിട്ടണ്ടേ, ബസ് സ്റ്റാൻഡ് മാറ്റാൻ പോയില്ലേ. അങ്ങനെ നിൽക്കക്കളിത വർഷങ്ങൾക്ക് ശേഷമാണ് അവസാനം അച്യുതാനന്ദൻ ഇടപെട്ടാണ് അങ്ങനെ ആ കൃഷി വകുപ്പ് ഗൗരവം കൊണ്ട് കൃഷി വകുപ്പ് കിട്ടി കൊടുത്തൊക്കെ അറിയാലോ നമുക്ക്. അതുപോലെ ഈ തുരങ്കഭാഗത്ത് തുരങ്കം വയ്ക്കുന്ന ആൾക്കാരുണ്ട്, ലണ്ടനേ. അപ്പോൾ ഇടതുപക്ഷം തുടങ്ങിയത് കൊണ്ട് തെറ്റാണ്, അല്ലെങ്കിൽ വലതുപക്ഷം തുടങ്ങാത്തതുകൊണ്ട് തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനൊരു മുൻവിധിയൊന്നും വേണ്ട. തുരങ്കപാതയൊക്കെ പണിയിട്ടാണ്. പിന്നെ അവിടെ പരിസ്ഥിതി വിഷയമുള്ള സ്ഥലമാണ് ഈ വയനാട് ഒക്കെ അറിയാലോ. അപ്പം ആ നിലക്ക് അവിടെ ഒട്ടും ഉറപ്പില്ലാത്ത ഭൂപ്രദേശമാണ്. അതൊക്കെ ഇങ്ങനെ താഴ്ത്തിയൊക്കെ പോയി എന്ത് ഒരു നക്കൾ ഒന്നുകൂടി പഠനം നടത്തേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ ചെറിയ അഭിപ്രായം. അത് പഠിക്കട്ടെ. ഏതായാലും ആ ക്യാൻസൽ അത് വേണ്ട, അപകടമാണ് എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമില്ല. അത് പഠിച്ചതിന് ശേഷം ഒന്നുകൂടി പഠിച്ച ശേഷം ഇവരും പറയാവുള്ളൂ. ഇനി മെയിനായിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം ഇത്രയും കാലം പിണറായി സഖാവ് സംഘപരിവാറിൻ്റെ കുലോതിയാണെന്ന്, സംഘപരിവാർ നോമിനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ പ്രതിപക്ഷം UDF പറഞ്ഞു, മുസ്ലിമൊക്കെ പറഞ്ഞു. ഒരു പരിധി അനുഭവം ഉണ്ടായി, ശരിയാണത്, സത്യമാണത്. അനുഭവത്തിൽ അദ്ദേഹം നശിച്ചു പോയി, ആ പാർട്ടി നശിച്ചു. ഇപ്പം UDF പകരം വന്നപ്പോൾ UDFിന് പല നേതാക്കളും സംഘനുഭാവികളാണ്, സംഘൻ്റെ സൃഷ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അങ്കമാലിക്കാരൻ മന്ത്രിയില്ലേ, ഒരു ഇപ്പോൾ ഉന്നത കുല വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ, അദ്ദേഹം പക്ക സംഘയുടെ നോമിനിയാണ് ആ മന്ത്രിസ്ഥാനം കിട്ടിയതും കൊടുത്തൊക്കെ. കാരണം ഞാനത് സുഖിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണ്, രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ സംഗീതമുണ്ട്. നിങ്ങൾ പറഞ്ഞ സംഗീതം രാജ്യം ഭരിക്കണം, തെറ്റാകട്ടെ ശരിയാകട്ടെ, അത് വേറെ വശം. ഞാൻ പറയും കക്കബയിൽ വിജയിക്കണം, അത് തെറ്റോ ശരി വേറെയാണ് എന്ന് പറഞ്ഞ പോലെ. ഇന്ന് സംഖ്യയാണ് ഇന്ത്യ കേന്ദ്രം ഭരിക്കുന്നത് കഴിഞ്ഞ 13 വർഷമായിട്ട്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് പലതും ചെയ്യാൻ പറ്റും, അതിൽ കൂടെ അവർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴേ ഈ കോൺഗ്രസ് മന്ത്രിയാണെങ്കിലും അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, പിണറായി സഖാവാണെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പോകുന്നത് അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പറയാനുള്ളത്, നിങ്ങൾ ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഈ ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് മൃഗഹിന്ദുത്വം കാണിച്ച്, ഇപ്പോൾ LDF മൃഗഹിന്ദുത്വം കാണിച്ച അവസാനം കോൺഗ്രസ് അവിടെ നശിച്ചു പോയി. കേരളത്തിൽ ഭരണം കിട്ടിയത് വിട്ട് കളയാൻ പറ്റില്ല. മുസ്ലിങ്ങൾ 33% മുസ്ലിങ്ങൾ N ബ്ലോക്കായിട്ട് വോട്ട് ചെയ്തിട്ട് കിട്ടിയതാണ്, അല്ലാതെ ഇവിടെ കോൺഗ്രസിലെ കമ്മ്യൂണിസ്റ്റോ ഒന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് വിരോധമോ കോൺഗ്രസ് ഒന്നുമല്ല. കോൺഗ്രസ് കഴിവല്ല മണ്ടന്മാരെ. 33% മുസ്ലിങ്ങൾ N ബ്ലോക്ക് വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത്, അല്ലാതെ ഈ സതീശൻ്റെ മറ്റൊന്നുമല്ല. കോൺഗ്രസ് നേതാക്കളല്ല, രമേശിൻ്റെ അല്ല, ഈ പിന്നെ റോണി ജോണിൽ ഡൽഹിയിൽ നിന്ന് പറന്നെത്തിയത് അതൊന്നുമില്ല. 33% എന്ന കേരളത്തിൽ മുസ്ലിങ്ങൾ N ബ്ലോക്കിൻ്റെ 97% വോട്ട് ഒരേ പിന്നെ UDF കൊടുത്തിട്ടാണ് ഇത്ര സീറ്റ് കിട്ടി ജയിച്ചു. അതാ ഇന്നലെ പറഞ്ഞത്, 3% മുസ്ലിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് LDF പോകും. അതുകൊണ്ട് ആരും പൊങ്ങച്ചം പറയണ്ട, മുസ്ലിങ്ങളുടെ ആ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്, മുസ്ലിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് സംഘപരിവാറിന് ആനുകൂല്യം പറ്റാണ് ഇത്രയും കാലം LDF ചെയ്തത്. ഇപ്പം നിങ്ങളുടെ വോട്ട് വാങ്ങി ഭരണം കിട്ടി, ആ ഭരണം വിറ്റ് സംഘപരിവാറിൽ നിന്ന് കോൺഗ്രസ് പ്രധാന മുഖ്യമന്ത്രി ഉൾപ്പെടെ സതീഷ് ഉൾപ്പെടെ ആനുകൂല്യം പറ്റിയിരിക്കുകയാണ്. എടോ മനുഷ്യ, എടോ വിഡ്ഢികളെ അല്ലെങ്കിൽ മന്ദബുദ്ധികളെ എന്നപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കൊടുത്തൂടെ? വൈ നോട്ട്? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? കാരണം ഇന്ത്യയിലെ ഇന്നത്തെ ഈ കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചാൽ സംഘപരിവാർ താഴെ ഇറക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ തകർന്നു? നിങ്ങൾ സംഘപരിവാർ ധാരണ എത്തിയിട്ട് മിനിമം 5% 5-1 ആനുകൂല്യം പറ്റി നിങ്ങൾ ഒതുക്കി കഴിയിടൂ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം തകർത്തുകളയും. തകർത്തെല്ലാം കഴിച്ചു ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രാവശ്യം പറഞ്ഞറിയോ, അത് കരുതി കൂട്ടി ചെയ്താണ്, അത് വിട്ട് കളഞ്ഞ് രക്ഷപ്പെടാൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ സമ്മതിച്ചില്ല. അവസരം എല്ലാം കഴിഞ്ഞ് സുപ്രീം കോടതി പാസ്സാക്കിയപ്പോൾ റാം വിളി തങ്ങളിൽ നിന്ന് ഗോയായും ഒക്കെ നിന്നു. അപ്പോൾ ഇനി എല്ലാം മുസ്ലിം ഹിന്ദു സമൂഹം അല്ലെങ്കിൽ പിന്നെ ഇതിന് സംഘി ഭരണകൂടം പള്ളികളും എല്ലാം തകർത്ത് അയക്കുമ്പോൾ പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ സതീഷ് ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ സതീഷാണ് ഏറ്റവും വലിയ സംഘ അനുഭാവിയാന്ന് പറയുന്നത്, പരന്നു പോകേണ്ടത്. സതീഷ് ഏറ്റവും വലിയ സതീഷ്, അതിൻ്റെ അവർ ഉദാഹരണം പറഞ്ഞു തരാം. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ആ അൻവർ വന്നിട്ട് അൻവർ തൊടിയിച്ചില്ല, തകർത്തുകൾ സതീശൻ. അങ്ങനെ ഓരോ നിലപാടും സതീശൻ സംഘപരിവാദികളാണ്. എനിക്ക് വേറൊരു മെസ്സേജ് കിട്ടി, എന്ന് മാത്രം ശരിയാന്ന് എനിക്കറിയില്ല. പറവൂര്
ഈ മുജാഹിദുകളായിട്ട് ഈഴവനെ വീട്ടിൽ കൊണ്ട് ഈ മതപ്പഞ്ഞ നടത്താൻ വേണ്ടി പൊക്ക് കൊടുത്തപ്പോൾ ഗുരുദേവൻ എന്തോ നിന്ദിച്ചെന്തോ പറഞ്ഞ് അതിൻ്റെ വലിയ സംഘവിവാരമോ അല്ലെങ്കിൽ അവർ ഇടപെട്ട് വഴക്കുന്നുണ്ടായി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവിടെ സതീശൻ പറഞ്ഞെത്തി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സതീഷ് എങ്ങനെ അറിഞ്ഞു അവിടെ ആ സംഭവം? ആരറിയിച്ചു? എന്താ എൻ്റെ പറഞ്ഞിൽ കളി? ഞാൻ സതീശനെ പറയല്ല, അങ്ങനെ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ എന്തിനറിയോ, ആ വിഭാഗത്തോടും പറയും ഈ വിഭാഗം, എന്നിട്ട് അവർ അവിടെ മധ്യസ്ഥ ഒരു നല്ല പുള്ളിയാവും. അപ്പോൾ സംഘവിവാദമായിട്ട് ഉദ്രവമില്ല, മറ്റേ ന്യൂനപക്ഷങ്ങൾ ഉദ്രവമില്ല. അങ്ങനെയുള്ള സതീശൻ കളിച്ച് ഞാൻ പറയുന്നില്ല, എന്നോട് ചില മെസ്സേജ് കിട്ടിയാണ്. പക്ഷെ അങ്ങനെ കളിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്, പലരുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പല ക്രിസ്ത്യൻ നേതാക്കളും സംഘപരിവാരമായിട്ട് ചില അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ്. അത് പണ്ടോ ഇപ്പോൾ ഇവിടെ ആൻ്റണി പോലും ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെയാണ്. അവർക്കത് അങ്ങനെ വേണം, നിലനിൽപ്പിന് ആവശ്യം കൂടിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴാണ് ഇപ്പോൾ എം.ആർ. അജിത് കുമാർ RSSന്റെ യോഗത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞാണല്ലോ പിണറായി നിങ്ങൾ താഴെ ഇറക്കാൻ ശ്രമിച്ച് താഴെ ഇറക്കിയത്. പിണറായിക്കില്ലാത്ത ഒരു കുറ്റമില്ലായിരുന്നു, എല്ലാം കുറ്റം പിണറായിക്കും എല്ലിഫായത്. ആ അജിത് കുമാർ എന്നിട്ട് അജിത് കുമാർ ഭരണം കിട്ടി 2 മാസമായിട്ടും മാറിയില്ലെന്ന് മാത്രമല്ല മാറ്റരുത് എന്ന് പറഞ്ഞിട്ട് മന്ത്രി ലിജോനെ ഇദ്ദേഹം പോയി കൈകാലം പിടിച്ചിരിക്കുകയാണ്. ലിജോ മന്ത്രി UDF ലിജോ മന്ത്രി കൈകാലം പിടിച്ചിരിക്കുക. എന്നാണ് ഇനി 2-3 മാസമായിട്ടുള്ള DGP ആണ്, അത് കഴിഞ്ഞിട്ടാവുള്ളൂ അത് പുറത്തുവിടിയത് എന്ന് പറയുക. അതിന് മുകളിൽ ഇന്ന് അവർ സപ്പോർട്ടും കൊടുക്കും. സംഘപരിവാർ വിളിച്ച് പറയും ഇടപെടാതിരിക്കാൻ പറ്റില്ല, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അജിത് കുമാർ ഇത് പുറത്താക്കുന്ന പ്രശ്നമില്ലെന്നേ. അങ്ങനെ സംഘപരിവാർ കയറുന്ന ഒരു നേതാക്കളെ ഒരു ഉദ്യോഗസ്ഥരെയും ഈ സതീശൻ ഗവൺമെൻറ്, അതാണ് UDF ഗവൺമെൻറ് പുറത്താക്കൂല. അక్కడ സാധിക്കില്ല അവരെ കൊണ്ട്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്ധമായ കോൺഗ്രസ് വിരോധിയല്ല, അന്ധമായ സതീഷ് വിരോധിയല്ല. പക്ഷെ ആ സാഹചര്യം അതാണ് വിഷയം. ആ സാഹചര്യം അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇത് കേന്ദ്രം ഭരിക്കുന്നവരാണ്. കേന്ദ്രം വിചാരം പലതും ചെയ്യാനും പറ്റും, തകർക്കാനും. അതായത് രക്ഷിക്കാനും കഴിയുള്ളൂ, മാത്രമേ ശിക്ഷിക്കാനും പറ്റുള്ളൂ. അല്ല, ഞാൻ രക്ഷിക്കാൻ മാത്രം അറിയിക്കാൻ നടക്കില്ല. നല്ല വർക്ക് നന്നായി ചെയ്യാൻ അറിയുന്ന കോൺട്രാക്ടർക്ക് വർക്ക് മോശമായി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വർക്ക് മോശമായി ചെയ്യാൻ വിചാരിക്കും, പണിയെടുത്തിട്ട് കാശുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ ശിക്ഷിക്കാനും കഴിയും. കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷിക്കാനും കഴിവുണ്ട്, രക്ഷിക്കാനും കഴിവുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യും. അത് ചില ഉദ്യോഗസ്ഥന്മാർക്കോ ചില സ്റ്റേറ്റ് മന്ത്രിമാർക്കൊന്നും പരിധിക്കുള്ളൊന്നും ഒഴിയാനും പറ്റില്ല. അതുകൊണ്ട് അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. സാഹചര്യമാണത്, ആ സാഹചര്യമാണ് അതൊക്കെ ചെയ്യേണ്ടത്. പിണറായി ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം അതാണ്. ഇപ്പോൾ സതീഷ് ചെയ്താൽ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വോട്ട് വിൽക്കാതെ നിങ്ങളെ വോട്ട് മൊത്തം സംഘപരിവാറിന് കൊടുത്ത് നിങ്ങൾ 5/1 അവകാശം തന്ന ഞങ്ങളൊരു മൂലക്കോ സ്വത്തായിട്ടിരിക്കാം എന്ന് പറഞ്ഞാൽ അതാണ് ബുദ്ധി. എത്ര പേർക്ക് മനസ്സിലാവുന്നത് ഈ ബുദ്ധി? എവർക്കും അറിയാലോ. അക്ബർ ചക്രവർത്തി 49 വർഷം ഇന്ത്യ മാത്രമല്ല, ഇവർ ഇന്ന് സംഘപരിവാർ ഓൾ ഇന്ത്യ, എന്താണ് പറയുന്നത്, അഖില ഭാരതം പിന്നെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ 49 വർഷക്കാലം ചക്രവർത്തിയായിരുന്നു, രാജാതിരാജൻ. മുസ്ലിം സമുദായം വലിയ കൂടുതൽ വന്നോ? തുർക്കുമൻ കോൺസ്റ്റാന്റിനോപ്പിളെ കൈയടിക്ക് ഇപ്പോൾ യൂറോപ്യൻ രാജാവ്, ക്രിസ്ത്യൻ രാജാവ് എന്ന് പറഞ്ഞ് ഇനി എൻ്റെ നാട്ടിൽ ക്രിസ്ത്യാനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാം ക്രിസ്ത്യൻ, അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രിയെല്ലാം ക്രിസ്ത്യായത്. അതുപോലെ ചക്രവർത്തി പറഞ്ഞോ നിങ്ങളെല്ലാം ഹിന്ദുവാണെന്ന് പറഞ്ഞോ? അതിനുശേഷം ഔറംഗസീബ് 62 വർഷം ഭരിച്ചു. ഔറംഗസീബും രാജ്യദ്രോഹിയായിട്ടാണ്, അല്ലെങ്കിൽ വർഗീയവാദികളാണ്. അദ്ദേഹം മതം മാറ്റം നടത്തിയില്ല. പിന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, അക്ബർ ചക്രവർത്തിയുടെ യുദ്ധത്തിന് നേതാവ് ആരായിരുന്നു? പക്ക ഒരു ബ്രാഹ്മണനായിരുന്നു. ശിവജിയുടെ യുദ്ധതലത്തിന് നേതാവായിരുന്നു മുസ്ലിമായത്. എന്നിട്ട് അവർ തമ്മിൽ യുദ്ധം ചെയ്ത് അവിടെ അതോ ഹിന്ദു മുസ്ലിം യുദ്ധമായിരുന്നു? അത് അല്ല, അത് രാഷ്ട്രങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അങ്ങനെ യുദ്ധം നടത്തിയാണ്. അല്ലാതെ അറബികളോ അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാരൊന്നും ഇവിടെ മതപരിവർത്തനം ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ 1000ഓളം വർഷം മുസ്ലിങ്ങൾ ഭരിച്ചല്ലേ ഈ ഭാരതം. ആ 1000ഓളം ഇവിടെ 5 വർഷം ഭരിച്ച ഒരു ജാതി മാത്രമാകുന്ന ലോകത്ത് 1000ഓളം വർഷം ഭരിച്ചു. പിന്നെ വേറെ ഏതെങ്കിലും ജാതി ഉണ്ടാവുമോ? ഹിന്ദു മാത്രമല്ല, വേറെ ഏതെങ്കിലും ജാതി ഉണ്ടാവുമോ? അപ്പോൾ അവർ ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക കാര്യമൊന്നും മുസൽമാനായി ഇരിക്കില്ല. ഞാൻ ഗ്രൂപ്പിലില്ല. അവർ ഭരിച്ചു പോയി, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് അതിന് നമുക്ക് അവർക്ക് വേണ്ടി ബാധിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ചരിത്രം
അത് വിഭജിക്കാൻ പാടില്ല. അത് സത്യസന്ധമായിരിക്കണം. അതിൽ കൈയെടുത്ത് അത് കണക്ക് 437 അതായിരിക്കണം. ചരിത്രം പറയുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ കൊടുത്താൽ അവൻ ആ ലാബിൽ അത് ബ്ലഡിൽ കാണുന്ന ഇത് പറയും. അല്ല, അവർക്കോടൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അവർ ചരിത്രം പറയുന്ന യഥാർത്ഥ ചരിത്രകാരൻ സത്യമേ പറയാവൂ, സത്യമേ നടന്നതേ പറയാവൂ. ഏത് ഹിന്ദു ചരിത്രകാരനായാലും മുസ്ലിം ചരിത്രകാരനായാലും ക്രിസ്ത്യൻ ചരിത്രകാരൻ. പക്ഷേ ഈ ചരിത്രകാരന്മാരെല്ലാം ബ്രിട്ടീഷ് ഭരിച്ച 10-200 വർഷം ഭരിച്ചതെന്ന് പറഞ്ഞു. 200 വർഷം. ആ 200 വർഷം ഭരിച്ചപ്പോൾ അവർ ചരിത്രമെല്ലാം ചരിത്രത്തെ വ്യഭിചരിച്ചു, തിരുത്തി കുറിച്ച് മുസ്ലിം വിരോധിയാക്കി ഉണ്ടാക്കി വെച്ചു. ഇവിടെ ഹിന്ദു മുസ്ലിം തർക്കം ഉണ്ടാക്കിയത് ആരാ? ബ്രിട്ടനാണ്. അല്ല, ഇവിടെ ഏതല്ലോ നിങ്ങളീ പറഞ്ഞ സംഘപരിവാരം 100 വർഷമായിട്ടുള്ളൂ. ബ്രിട്ടൻ മതി 200 വർഷമായില്ലോ. 200 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ 70 വർഷമായില്ലേ. ബ്രിട്ടീഷുകാരാണ് ഇവിടെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തത്വം ഉപയോഗിച്ചിട്ട് ഹിന്ദു മുസ്ലിം തിരിച്ചത്. പശ്ചിമബംഗാൾ വിഭജനം, പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പശുവിനെ നെയ്യിട്ട് പന്നിയുടെ നെയ്യിട്ട് ഇതൊക്കെ പ്രശ്നമുണ്ടാക്കി. അവരാണതൊക്കെ. അവർ പോയ വഴിക്ക് ഒരാപ്പുഴ അടിച്ചു പോയി. അതായത് ഒരച്ഛനെ അന്വേഷിക്കാത്ത മക്കൾ. അവസാനം അച്ഛൻ മരിക്കാറായപ്പോൾ മക്കളോട് പറഞ്ഞു, മക്കളെ ഏതായാലും നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ല, അതൊക്കെ ശരിയാണെന്നു അവിടെ കഴിഞ്ഞ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണം ആശത്തിൽ അടിച്ചു കയറ്റിയൊക്കെ പറഞ്ഞു. മക്കളിപ്പോൾ വലിയ ചെലവുള്ള കാര്യമൊന്നുമില്ലല്ലോ. അടിച്ചു കയറ്റി മരിച്ചു കഴിഞ്ഞ് നാട്ടുകാർക്ക് വന്നപ്പോയിട്ട് ആശത്തിൽ ആപ്പ് കയറിയിരുന്നു. അതിന് ആശയിൽ ആപ്പടിച്ച് കയറ്റിയാണ് ചത്തിയെന്നോട് പറഞ്ഞ് മക്കൾ ജയിലിൽ പോയി. അതുപോലെ ബ്രിട്ടൻ പോയപ്പോഴേ ഒരു ആപ്പ് അടിച്ചു കയറ്റി. ആ ആപ്പ് എന്താണ്? ഹിന്ദു മുസ്ലിം വർഗീയത അല്ലെങ്കിൽ പ്രശ്നം ഒരിക്കലും തീരാത്ത വ്യക്തി, ഒരിക്കലും തീരാത്ത വ്യക്തി. അത് നടന്നുകൊണ്ടിരിക്കുക, സത്യം നടന്നുകൊണ്ടിരിക്കല്ലേ. അവരിപ്പോൾ സുഖമായിട്ട് അവിടെ ഭരിക്കുന്നു ബ്രിട്ടനിൽ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ. ഇവിടെ ഇന്ത്യയിലെ പാവപ്പെട്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർക്ക് എന്ത് മതം, എന്ത് ജാതി, എന്ത് ഭരണം, ആര് ഭരിക്കുന്നു ചിന്തിക്കുന്ന ആ ഹിന്ദുക്കൾ എത്ര പേരുണ്ട്, മുസ്ലിങ്ങൾ എത്ര പേരുണ്ട്. നേരം വെളുത്ത് എഴുന്നേറ്റിൽ വിശപ്പിന് ഭക്ഷണം കഴിക്കാതെ വഴി നോക്കി തെണ്ടിയൊക്കെ നടക്കാണ്. ഹിന്ദുക്കൾ നല്ല ശവമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവർക്ക് എന്ത് മതം, എന്ത് രാമൻ, എന്ത് ഞാനല്ലേ. വെള്ളിയാഴ്ച ഒരു പള്ളിപ്പാത്ത മുസ്ലിങ്ങൾ ബോംബെയിലുണ്ട്. അത് പല നാട്ടിൽ നിന്ന് തെണ്ടി വന്ന് ജീവിക്കാൻ വേണ്ടി അവിടെ അലിഞ്ഞെടുക്കുന്ന തൊഴിൽ അവർക്ക് എന്ത് വെള്ളിയാഴ്ച, എന്ത് ജുമാ നമസ്കാരം, അവരാ പണിക്ക് പോവും, ജീവിക്കാൻ നോക്കും. അതിനാണ് ഇന്ത്യയിലെ സത്യത്തിൽ ഇന്ത്യയിലെ ഹിന്ദു സമുദായം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. മുന്നോക്ക ഹിന്ദുക്കളല്ല ഇപ്പം, പിന്നോക്ക ഹിന്ദു സമുദായം. 90% പിന്നോക്ക വിഭാഗം ഇന്ത്യയിൽ. അവരാണ് മുഴുവൻ തീക്താനുഭവം, കഷ്ടപ്പെടുന്ന പട്ടിണി ദാരിദ്ര്യമാണ്. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന വിഭാഗത്തിൽ ഇന്ത്യയിലും കേരളം എടുത്താലും പിന്നോക്ക ഹിന്ദുക്കളാണ്. വെള്ളമടിച്ച് നശിക്കുന്നവർ പിന്നോക്ക ഹിന്ദുക്കളാണ്. അത്ര ന്യൂനപക്ഷങ്ങളില്ല, മുന്നോക്ക സമുദായമില്ല. അവരടിക്കും, പക്ഷെ അവർക്ക് നിയന്ത്രിച്ച ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്. ഈ പിന്നോക്ക ഹിന്ദുക്കൾക്ക് അതിലുണ്ടോ? ഇന്നിപ്പോൾ UP-യിൽ കണ്ടില്ലേ, ഒരു ദളിത് പിന്നെ വീട്ടിൽ ചെന്ന് ആക്രമണം ഉണ്ടാക്കിയിട്ട് അവർ പ്രതിഷേധം നടത്തിയപ്പോൾ പോലീസ് വന്ന് പോലീസ് വന്നിട്ട് അവരെല്ലാം അകത്തുകൊണ്ട് ഇതായൊക്കെ പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. അത് പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റും കൂടെ നിന്ന് നക്കാപ്പിച്ച് വാങ്ങിക്കാതെ നിങ്ങൾ പിന്നെ പരമാവധി സംഘപരിപാടി യോജിച്ചു പോകുന്ന ബുദ്ധി. അത് പറയാൻ കാരണം ഈ രാഹുലിനെ കൊണ്ടോ ഇന്നത്തെ പിന്നെ എന്താണ് അഖിലേഷ് കൊണ്ടൊന്നും BJP താഴെ ഇറക്കാൻ പറ്റില്ല. BJP താഴെ ഇറക്കണമെങ്കിൽ BJP ഒഴിച്ചുള്ള ബാക്കിയുള്ള 70% വരുന്ന പാർട്ടി ജനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. അത് കൊണ്ടുവരാൻ ഈ കള്ളന്മാർക്ക് ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഇത്ര കർഷകർ പറയുമ്പോൾ ചോദിക്കുന്നു, ഇത്രയും വലിയ ലോക നേതാക്കളെയൊക്കെ താൻ ഈ പുഴുവിനെ പോലെ നിങ്ങൾക്ക് തനിക്ക് പറയാൻ എന്താ നാണാവൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തല്ലുള്ളടത്താണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ, എനിക്ക് വിരോധമല്ല, എനിക്കതൊന്നും പരാതിയില്ല. ഞാൻ സത്യം പറഞ്ഞേക്കും, അനുസരിച്ചാലും കൊള്ളാം, അനുസരിച്ചാലും കൊള്ളാം. ഞാൻ ഇതിൻ്റെ പേര് ആൾ കൂട്ടിയിട്ട് സംഭാവന വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്താണ് ഫീസ് വാങ്ങിക്കുക, പരസ്യം കൊടുക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു പൈസ ഞാൻ ഇതിൻ്റെ പേര് വാങ്ങിക്കുന്നില്ല, ഞാൻ ആൾ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞേക്കും, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് പോകാറേ ഇനി എത്ര ആളുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിൽ പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. BJPക്ക് RSS പോകണമല്ല ഈ പറഞ്ഞത്. ഞാൻ RSS അനുഭാവി പോലുമില്ല. പക്ഷേ മണ്ടത്തും കാണിക്കരുത്. ഈ സതീഷിന് രമേശിന് വോട്ട് ചെയ്തിട്ട് നിങ്ങൾ അവരോ വാലായിട്ട് അവർ പുറകിൽ നിന്ന് നക്കാപ്പിച്ച് വാങ്ങുന്നതൊക്കെ നല്ലത്. ദേശീയ ലെവലിൽ ബുദ്ധിയുണ്ടെങ്കിൽ മുസ്ലിം ചിന്തിക്കുക, അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.